നമുക്ക് വേദയുടെ വിക്രത്തിന് വരാൻ പോകുന്ന ആഴ്ചകളിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് കമല ഹോസ്പിറ്റലാന്നുള്ള കാര്യം വിക്രം അറിയുന്നുണ്ട്. വാസുവിന്റെ ഗുണ്ടകളെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് അത് സഹിച്ചില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. അത് കമലയ്ക്കൊരു ഷോക്കായിരുന്നു. അങ്ങനെ കമല ഹോസ്പിറ്റലായി കഴിഞ്ഞപ്പം ആ വിവരമൊക്കെ ഇഷിത വിളിച്ചിട്ട് വേദയോട് പറയുന്നുണ്ട്. വേദയ്ക്ക് വല്ലാത്ത ടെൻഷനായി. എന്ത് ചെയ്യണമെന്നറിയില്ല. വിക്രം ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല. കാരണം അച്ഛനെ അമ്മയെ വിക്രം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. തല പോയാലും ശരി വിക്രം കാണാൻ പോകുന്നറിയാം. അല്ലെങ്കിലും മാഷിന്റെ നേരെ വിശ്വത്തിന്റെ മിനായന്റെ നേരെ പോലീസുകാർ കൈ പൊക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ SI സാബുവിന്റെ കൈയും കാലും തല്ലി ഒടിച്ചവനാ വിക്രം. കുതികാലെ വെട്ടിയവനാ. അങ്ങനെയുള്ള വിക്രം വെറുതെ ഇരിക്കുമെന്ന് വേദയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല വേദയ്ക്ക്. പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല. ഒടുവില് വിക്രത്തോട് പറയാൻ തന്നെ വേദ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ വേദ വിക്രത്തോട് കാര്യം പറയണം. അമ്മ ഹോസ്പിറ്റലിലെന്ന്. വിക്രം വല്ലാതെ തളർന്നു പോയി. വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഉണ്ടായിരുന്നില്ല. വിക്രത്തിന്റെ ഇരിപ്പ് കണ്ടിഞ്ഞപ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. വേദ പറഞ്ഞു, വിക്രം വിഷമിക്കേണ്ട, സാരമില്ല, ഞാൻ പോയി ഒന്ന് വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു, വേണ്ട, എനിക്ക് എൻ്റെ അമ്മയെ കാണണം. എൻ്റെ ജീവൻ പോയാലും ശരി, എന്നെ ആരെങ്കിലും പിടികൂടിയാലും ശരി, എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞു. വിക്രം എന്തും മണ്ടത്തര പറയണേ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, എൻ്റെ ഫോണും കൂടെ ആട്ട്, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ആരെ വിളിക്കാനായിട്ട് എന്നും പറഞ്ഞു വിക്രം പെട്ടെന്ന് ഫോൺ എടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ വേദ തടയുവാണ്. പക്ഷേങ്കിൽ വിക്രം ഫോൺ മേടിച്ച് ജോസ്ഫിനെയൊക്കെ വിളിക്കാൻ തുടങ്ങുക. പക്ഷേങ്കിൽ വേദ പറഞ്ഞു, വേണ്ട, കാരണം ഈ ഫോൺ ട്രേസ് ചെയ്യുന്നുണ്ടായിരിക്കും. വിക്രം സമാധാനപ്പെട്. ഒരു വിധത്തിലാണ് വിക്രത്തെ നിന്ന് ആശ്വസിപ്പിക്കുന്നത്. കാരണം പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി ഒരു സോൾവായി വരുമായിരുന്നു. വിക്രത്തെ സേഫായിട്ട് അവിടെ കൊണ്ടിരുത്തി. ഇനിയിപ്പം അധികം വൈകാതെ തന്നെ വിക്രം കുറ്റക്കാരനെല്ലാം തെളിയിക്കണം. ആ സമയത്താണ് കമലയുടെ പ്രശ്നം കൂടെ വരുന്നത്. അങ്ങനെ ഒടുവിൽ വേദ വല്ലാത്തൊരു ടെൻഷനിലായിപ്പോയി. എന്ത് ചെയ്യണം? കാരണം വിക്രത്തെ കൊണ്ട് ഇവിടുന്ന് പോണെങ്കിൽ ഇനിയിപ്പം എന്ത് ചെയ്യും? വിക്രം അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചാടിപ്പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. താൻ ഇനിയിപ്പോൾ വിക്രത്തെ പിടിച്ചു വെച്ചാലും വിക്രം ഇവിടെ നിൽക്കില്ല എന്നറിയാം. അമ്മയെ കാണാൻ പോകുന്നറിയാം. പിന്നീട് വേദ ശ്രീജയെ വിളിക്കുകയാണ്. ശ്രീജയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുവാണ്. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, പേടിക്കാനൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞ് കുറച്ച് ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് ബോധം വീണു. അമ്മ സംസാരിക്കാനൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വേദയ്ക്ക് സമാധാനമായി. വേദ വിക്രത്തോട് ഈ കാര്യം പറഞ്ഞായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോയി. കമലയ്ക്ക് പെട്ടെന്ന് ടെൻഷൻ കയറിയതാ വിക്രത്തെക്കുറിച്ച് ഓർമ്മകൾ. കാരണം വിക്രത്തെ കാണാത്തതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളും കമലയ്ക്ക് ഉണ്ടായിരുന്നു. വിക്രം വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ കമലയ്ക്ക്. പക്ഷേ വിക്രം എവിടെ, എന്താ, ഏതാ, ഇനിയിപ്പോൾ ആ വാസവന്റെ ആൾക്കാർ അവനെ വല്ലതും ചെയ്തോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു കമലയുടെ ഉള്ളില്. ഇതേ സമയത്ത് വേദ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി വിവരങ്ങൾ തിരക്കിയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് വിക്രത്തിന് അത് ഒരുക്കമായിരുന്നില്ല. ഈ സമയം ദീപ്തിക്ക് കുറച്ച് സംശയമൊക്കെ തോന്നുന്നുണ്ട് വേദയുടെ കാര്യത്തിൽ. മുറി അടച്ചെപ്പോഴും ഇരിക്കുന്നു. മാത്രമല്ല ചിലപ്പോൾ മുറിക്ക് പുറത്തിരുമ്പോൾ വേറെ ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ദീപ്തി വേദയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. മുറിയിലേക്ക് വന്നിട്ട് ചോദിച്ചു, സത്യം പറ വേദേച്ചി മുറിയിൽ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഈ സമയത്ത് വിക്രം അവിടെ വിളിച്ചിരിക്കുകയാണ്. ദീപ്തി വന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് പിന്നെ സത്യങ്ങൾ തുറന്നു പറയേണ്ടതായിട്ട് വരുവാണ്. അങ്ങനെ വിക്രം അവിടുന്ന് ആ സ്റ്റോർ റൂമിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും ദീപ്തി ശരിക്കും ഞെട്ടിപ്പോയി. പിന്നീട് വിക്രമുള്ള കാര്യം പറയാണ് ദീപ്തിയോട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊരിക്കലും വരുണ്ണെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ മേൽ കുറ്റം ആരോപിക്കാൻ ശ്രമിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു രാഷ്ട്രീയ ഇതായിട്ട് കൊലപാതകമായിട്ട് ചിത്രീകരിച്ച് ശ്രീനിവാസ് സാറിനെ തോൽപ്പിക്കാനും അതോടൊപ്പം തന്നെ എന്നോടുള്ള ദേഷ്യം തീർക്കാനും മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷേങ്കിൽ ഇപ്പോൾ വാസവം ചെയ്യുന്ന മഹാമണ്ടത്തരം തന്നെയാണ്. എന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജയിലിലാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും രക്ഷപ്പെടാൻ പോകുന്ന യഥാർത്ഥ പ്രതിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ദീപ്തിക്ക് തോന്നി വിക്രത്തോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ശരിയായിരിക്കും, വിക്രം പറയുന്നത് ശരിയാണെന്ന് ഒരു തോന്നലൊക്കെ ദീപ്തിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് ദീപ്തിയോട്, നീ ആരോട് ഈ കാര്യങ്ങൾ പറയരുത്, വിക്രോടെ ഉണ്ടെന്നുള്ള കാര്യം. കാരണം കുറച്ച് നാളത്തേക്ക് സത്യങ്ങളൊക്കെ തെളിയിക്കുന്നതോടും വരെ നീ ഞങ്ങളോടൊപ്പം നിൽക്കണം. നീ ഉദ്ദേശിക്കുന്ന പോലെ എന്ന നല്ല കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ ചിരിച്ചു കാണിക്കുന്ന പല മോഹങ്ങളും അങ്ങനെയൊന്നും അല്ല. നിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്, അതൊന്നും അല്ല അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു. പിന്നീട് ദീപ്തിയോട് പറഞ്ഞു, വിക്രത്തെ ഇവിടെ കണ്ട കാര്യം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വിക്രം കുറച്ച് കാര്യങ്ങളൊക്കെ ദീപ്തിയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. ദീപ്തി സഹായിക്കാമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പിന്നിൽ ആരാണെങ്കിലും അവരെ പുറത്ത് കൊണ്ടുവരണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അതിനുശേഷം വേദൊരു കാര്യം തീരുമാനിച്ചു. വിക്രത്തെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം.
അങ്ങനെ ഒടുവിൽ വിക്രത്തെ കൊണ്ട് വേദ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എല്ലാവരും ഉറങ്ങിന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോൾ ദീപ്തിയുടെ സഹായം കൂടെ തേടി. അങ്ങനെ ദീപ്തിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് വേദ വിക്രത്തെ കൊണ്ട് പുറത്തേക്ക് പോകുന്നത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ദീപ്തി കഥയൊക്കെ അടച്ചു. കാരണം എങ്ങാനും ഇനിയിപ്പോൾ ആ സമയത്ത് ആരെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് കഥ കുറ്റിയിട്ടേക്കുന്നുണ്ട്, വേദയും കൂടെ ഇല്ലെന്ന് പറയുമ്പം ശ്രീകാന്തിനൊക്കെ സംശയം തോന്നുമല്ലോ സ്വാഭാവികമായിട്ടും. ഈ സമയത്ത് മാഷ് മാത്രമായിരുന്നു ഹോസ്പിറ്റലിലുണ്ടായിരുന്ന കമലയുടെ അടുത്ത്. ആദ്യം വേദയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. കാരണം അവിടെ ആരെങ്കിലും ഉണ്ടോ, പരിചയക്കാരൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. വിക്രമാണെങ്കിൽ ഒരു ഷോള് വെച്ച് തൻ്റെ തല മൂട്ടുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ മുഖം മറയുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ആരും ഒരു കാരണവശാലും പിടിക്കപ്പെട്ടുകൂടാ എന്നൊരു ചിന്തയായിരുന്നു, പിടിച്ചുകൂടെ തന്നെ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒടുവിൽ വേദ അങ്ങോട്ടേക്ക് വന്നു. വേദ വന്നിട്ട് മാഷിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തെ വിളിച്ചു. വിക്രം അങ്ങോട്ടേക്ക് വന്നു. മാഷിന് വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷം അടക്കാൻ പറ്റിയില്ല. മാഷ് കെട്ടിപ്പിടിച്ച് വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് മാഷ് കരയുവാണ്. എൻ്റെ മോനെ നീ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേനും വിക്രം പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല, കുഴപ്പമൊന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. പിന്നീട് മാഷ് വിക്രത്തെയും കൊണ്ട് കമലയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ വേദയും വിക്രവും കമലയും കൂടെ സംസാരിക്കുകയാണ്. കമലയ്ക്ക് മോനെ കണ്ടുകഴിഞ്ഞപ്പോൾ പകുതി സമാധാനമായി, പകുതി അസുഖം കുറഞ്ഞു. അങ്ങനെ വിക്രത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നീ വന്നല്ലോ, എനിക്ക് ഇപ്പോഴൊരു സമാധാനമായത്. എനിക്ക് ആകെപ്പാടെ പേടിയായിരുന്നു നിനക്ക് എന്തേലും സംഭവിക്കുമോയെന്ന്. എനിക്ക് സമാധാനമായിടാ. പിന്നീട് വേദയും കെട്ടിപ്പിടിച്ചു ഉമ്മ നോക്കുന്നുണ്ട്. മോളെ ശരിക്കും ഞാൻ വിചാരിച്ചു നിനക്ക് വിക്രത്തെ ഇഷ്ടമില്ല, പക്ഷെ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. വിക്രത്തിന് നല്ല കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ കാണുമെന്നുള്ള കാര്യം. അപ്പോഴേക്കും വേദ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അമ്മേ, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തീർന്നു കഴിയുമ്പോൾ എല്ലാം ശരിയാവും. പിന്നെ വിക്രത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അമ്മ ധൈര്യമായിട്ടിരിക്കുക. വിക്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും ഇത് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. വിക്രത്തെ രക്ഷിച്ചുകൊണ്ട് പോയത് ഞാനാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ മാഷിനൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വേദ കൃത്യസമയത്ത് തന്നെ വന്ന് വിക്രത്തെ രക്ഷിക്കും എന്നുള്ള കാര്യം. അങ്ങനെ അവിടുന്ന് അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോരുവാണ്. വിക്രത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു, തൻ്റെ അമ്മയെ കാണാൻ പറ്റിയെന്ന് ഉള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ദീപ്തി വാസവനെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദീപ്തിക്ക് ഭയങ്കര വിഷമമായി. വരുണിൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ താനും അവനും കൂടെ ഒന്നാവേണ്ടതായിരുന്നു. വാസവൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് രേണു ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നു. രേണുവിനാണെങ്കിൽ ദീപ്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. രേണു കരയുമായിരുന്നു. ദീപ്തിക്ക് എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അതിനേക്കാളും നല്ല വിഷമമുണ്ടായിരുന്നു ദീപ്തിക്കും. ഇന്നല്ലെങ്കിൽ നാളെ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞിരുന്നല്ലേ. പിന്നീട് വാസവൻ പറഞ്ഞു ആ വിക്രമാണ് എല്ലാത്തിനും പിന്നിൽ, അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദീപ്തി പറഞ്ഞു അത് വെറുതെ തോന്നൽ മാത്രമാണ്, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിക്രമേട്ടൻ ചെയ്യുമെന്ന്. കാരണം വിക്രമേട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. വരുണുമായിട്ട് അത്ര നല്ല കൂട്ടിലായിരുന്നു. വരുണിന് വിക്രമേട്ടനെ ഇഷ്ടമായിരുന്നു, അതുപോലെ തന്നെയായിരുന്നു വിക്രമേട്ടന് വരുണിനെ. പിന്നീട് വിക്രത്തോട് വരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദീപ്തി വാസുവിനോട് പറയണം. അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു അവർ തമ്മിൽ. അങ്ങനെയുള്ള സാഹചര്യം ഒരിക്കലും വരുണിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല. അതുമാത്രമല്ല വരുണിനെ ഇല്ലാതാക്കാനായിട്ട് പ്രത്യേകിച്ചൊരു ഗുണം വിക്രം ചേട്ടന് കിട്ടാനുമില്ല. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വാസുവിനും തോന്നി ശരിയാണ്, പക്ഷേ ഇതിൻ്റെ പിന്നെ വേറെ ആരോ ഉണ്ട്. സാറ് ശരിക്കും ഇരുട്ടിലാ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കണേന്നൊക്കെ പറഞ്ഞു. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വാസുവിൻ്റെ ഉള്ളിലെ പക അങ്ങോട്ട് കെട്ടടങ്ങുന്നുണ്ടായിരുന്നില്ല. വാസവൻ പറഞ്ഞു എനിക്കറിയാം നിങ്ങളെല്ലാവരും കൂടെ അവനെ വെള്ളം പൂച്ചാൻ ശ്രമിക്കുന്ന, അവനെ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവനെ ഞാൻ പിടികൂടുമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ദീപ്തി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും വാസവൻ അത് കേട്ടില്ല. അങ്ങനെ ദീപ്തി ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോഴത്തേനും രേണു വാസുവിനോട് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ആ കുട്ടി പറഞ്ഞാൽ കുറച്ച് സത്യങ്ങളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നേ. ഒരിക്കലും വിക്രത്തിന് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ വിക്രം അങ്ങനെ ഒരു കൊല ചെയ്യുന്നവനാണെങ്കിൽ എന്നെ നിങ്ങളുടെ മോളെ നേരത്തെ പിടിച്ചോണ്ട് പോയതല്ലേ വിക്രം, എന്നിട്ട് ഒന്ന് നുള്ളി നോക്കിയ പോലും ചെയ്തിട്ടില്ല. ഒരിക്കലും വിക്രത്തിന് അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വാസവനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് ശ്രീകാന്തിന് ഭയങ്കര സംശയമായി വിക്രത്തിൻ്റെ കാര്യത്തിൽ. ഇനിയിപ്പോൾ വേദ എങ്ങാനും മുറി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോയെന്ന്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് അന്വേഷിക്കണമല്ലോ, അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒടുവിൽ പോലീസുകാരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുവാണ്, വീടൊന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. വേദ ആരാ മോള്? വേദ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസുകാർ വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെ. പോലീസ് എന്നല്ല ആര് വന്നാലും. അങ്ങനെ പോലീസുകാർ വന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് വിക്രം അവിടുന്ന് മാറുവാണ്. വിക്രത്തെ പിടികൂടാനായിട്ട് പറ്റിയില്ല പോലീസിന്. ശ്രീകാന്തിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പിടികൂടുമെന്നുള്ള കാര്യം, പക്ഷെ അതൊന്നും നടന്നില്ല. വിക്രം അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ വിക്രം രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞപ്പോഴാണ് വേദയ്ക്കൊരു സമാധാനമായത്. ഒരു പക്ഷേ അവിടെ എങ്ങാനും വന്ന് പിടികൂടിയായിരുന്നു തീർന്നേനം. അങ്ങനെ പോലീസുകാർ പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു ഇനി ഇത് അധികം ദിവസം ഇങ്ങനെ കൊണ്ടാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന്
കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഈ സമയത്ത് പുളിക്കനെ പിടികൂടുന്നുണ്ട്. പുളിക്കൻ എവിടെയാ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ രാജേണ്ണനും ജോസഫൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീകാര്യ ശ്രീനിവാസനോട് പറഞ്ഞ് പുളിക്കനെ പിടികൂടുവാണ്. പുളിക്കൻ അവരുടെ കസ്റ്റഡിയിലായി. ഒടുവിൽ ശ്രീനിവാസൻ പറഞ്ഞൊരു കാര്യം പറയാം, നിന്നെ വെറുതെ ജീവനോടെ വിടണമെങ്കിൽ നീ മാപ്പുസാക്ഷിയാണ്. നീ കോടതി പോയുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയണം. ഇതിൻ്റെ പിന്നിൽ ആരാ എന്താ ഏതാന്നൊക്കെയുള്ള, അങ്ങനെയാണെന്നെങ്കിൽ നിന്നെ വെറുതെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ പുളിക്കനെ കോടതി ഹാജരാക്കുകയാണ്. പുളിക്കൻ അങ്ങനെ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. വേദ ഹാജരാകുന്നുണ്ട് വിക്രത്തിന് വേണ്ടിയിട്ട്, വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. വിക്രമല്ല തെറ്റുകാരന്. പുളിക്കനുള്ള സത്യാവസ്ഥകളൊക്കെ തുറന്നു പറയണം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ശ്രീകാന്ത് അന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കരനാരായണൻ വെറുതെ ഇരിക്കില്ല. ശ്രീകാന്തിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക തന്നെ ചെയ്യും. ഒടുവിൽ ശ്രീകാന്തിന് നല്ല ശിക്ഷയും കിട്ടും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.